ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, സുഖമാണോ? ഞാനിത് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നുകുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ദിവസത്തെ മോർണിംഗ് കാഴ്ചകളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആകുമ്പോൾ തന്നെ അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഞങ്ങളുടെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അങ്ങ് തിരിച്ചു. ഞങ്ങൾ വന്നപ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിൽ കാര്യങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കയറിയപ്പോഴത്തേക്കിന് അങ്ങ് മഴ അങ്ങ് തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീകോവിലിനുള്ളിലേക്ക് കയറാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വഴിപാടൊക്കെ എഴുതിപ്പിച്ച് കഴിഞ്ഞിനൊക്കെയാണ് കേട്ടോ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയത്. ദേ കണ്ടോ, രാവിലെ നല്ല വെയിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ തൊഴുന്ന സമയമായപ്പോഴത്തേക്കിന് നല്ല മഴ പെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പൊന്നുക്കുട്ടനും കുറേ നാളത്തിന് ശേഷമാണല്ലോ ഈ പുറത്തിറങ്ങിയതൊക്കെ. അപ്പോൾ പൊന്നുക്കുട്ടനും ചാച്ചും ഒക്കെ ആയിട്ട്, ചാച്ചു എന്ന് പറഞ്ഞ പൊന്നുക്കുട്ടൻ്റെ ഫാദറിൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭിഷേകം എന്ന പേര് അഭിഷേകം വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നല്ല മനോഹരമാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നൊന്ന് ദർശനം നടത്തണം കേട്ടോ. മഴ തോരുന്നിടം വരെ ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ. പൊന്നുക്കുട്ടനും നമ്മളുടെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോൾ കയറാൻ പറ്റും, എപ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റും എന്നൊക്കെ. പക്ഷേ പൊന്നുക്കുട്ടൻ ഒരു 10 പേരെ പുറത്ത് നിന്ന് കണ്ടാൽ പൊന്നുക്കുട്ടൻ ഹാപ്പിയാണ് കേട്ടോ. അവനകത്ത് കയറണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. അവനൊരു 5-6 പേരെയൊക്കെ കണ്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞാൽ മതി, അവനതാണ് സന്തോഷം. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചാച്ചു ഓരോരോ കോക്കറാൻ ബീച്ചുകളൊക്കെ കാണിക്കുന്നുണ്ട്. പൊന്നുക്കുട്ടൻ അത് കണ്ട് ചിരിക്കുന്നുണ്ട്, വേറെ ആൾക്കാരെ ടാറ്റ കാണിക്കുന്നുണ്ട്. പൊന്നുക്കുട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ 5-6 പേരെ കണ്ട് വർത്താനം പറഞ്ഞ് പൊന്നുക്കുട്ടന് അവൻ ഹാപ്പിയാണ് കേട്ടോ. അവൻ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അവനൊരു ഉറക്കം ഉള്ളതാണ്. പക്ഷെ കുഞ്ഞിന് ഇന്നിപ്പോൾ അമ്പലത്തിലെ ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ കൈയും കൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. ഏകദേശം മഴ തോർന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ തോർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ പോയി അമ്പലത്തിൽ കയറി തൊഴുതു. അമ്പലത്തിനകത്ത് ഞങ്ങൾ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. തൊഴുതിറങ്ങി കഴിഞ്ഞതിന് ശേഷം ചാച്ചുവുമായിട്ടൊരു കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പൊന്നുക്കുട്ടൻ ചാച്ചുവിനെ 5 മാസത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പം ചാച്ചുവുമായിട്ടുള്ള കളി ചിരി ബഹളവും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നുക്കുട്ടൻ്റെ ചോറുകൊണ്ട് സമയത്തായിരുന്നു കേട്ടോ ചാച്ചുവും ഏട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പൊന്നുക്കുട്ടനെ ഇപ്പോഴാണല്ലോ കാണുന്നത്. പൊന്നുക്കുട്ടൻ അറിയാം, നമ്മളുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ പട്ടിണിയാവുന്ന ആശാൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പത്മ കഫേ കയറുന്ന പൊന്നുക്കുട്ടന് നേരത്തെ അറിയാം. ഇത് നമ്മളുടെ പന്തളത്തുള്ള പത്മ കഫേയാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ കിട്ടുന്നതൊക്കെ. ഇത് പൊന്നുക്കുട്ടൻ വന്ന് മേശപ്പുറത്ത് വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ നോക്കിക്കേ. ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിട്ട് ഭക്ഷണത്തിനായി വെയിറ്റ് ചെയ്യുക. ആസ് യൂഷ്വൽ ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരി മസാല ഓർഡർ ചെയ്യാറുള്ളൂ. പൊന്നുക്കുട്ടന് പൂരി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനൊരു അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പൊന്നുക്കുട്ടൻ അവിടെ ചാച്ചുവുമായിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊന്നുക്കുട്ടന് ചാച്ചുവുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാച്ചുവുമായിട്ട് എന്ത് കൂളായിട്ടായിരിക്കുന്നത് നോക്കിക്ക്. അവന് ക്ഷമയോട് കാത്തിരിക്കുക കേട്ടോ ഫുഡ് വരാൻ വേണ്ടി. ഫുഡ് വരുന്ന ടൈം വരെ അവൻ ചാച്ചുവിനെ മാക്സിമം ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പൂരിയും കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പൊന്നുകുട്ടന് ഫുഡും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് സാധനം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും എനിക്കുള്ള ഗിഫ്റ്റ് അല്ല കേട്ടോ. ഇതെൻ്റെ പൊന്നുക്കുട്ടനും എൻ്റെ ഏട്ടനും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു. ഇന്നെൻ്റെ പൊന്നുക്കുട്ടൻ്റെ മാത്രമല്ല എൻ്റെ ഏട്ടൻ്റെയും ബർത്ത്ഡേ ആണ്. പക്ഷേ ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊന്നുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നല്ല നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നതൊക്കെ. ഇത് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ ദീപ്തി ആർമിയിലെ എൻ്റെ ശബരീഷ് ഏട്ടൻ, തൂങ്ങി, പ്രസാദ് ഏട്ടൻ, ജിത്തു, മഹാകാലം ഇവരൊക്കെ തന്നെ സർപ്രൈസായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. എനിക്കിത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റം കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടീമാണ് കേട്ടോ. അത് അവരുടെ കാർഡ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവർ ഇൻസ്റ്റയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവർ സർപ്രൈസായിട്ടാണ് എനിക്കിത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. ഇവർ ഇത്രയും പേരുടെ പ്ലാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇവരെനിക്കിതൊക്കെ കൊണ്ടു തന്നത്. കേക്കും ഇതേ കുഞ്ഞിൻ്റെ ഈ ഫോട്ടോസൊക്കെ കണ്ടോ. കുഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ വളരെ തന്ത്രപരമായിട്ടാണ് കേട്ടോ എൻ്റെ ഇത് വാങ്ങിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഗിഫ്റ്റോ ഹാമ്പേഴ്സോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണാം കേട്ടോ. ബർത്ത്ഡേ വീഡിയോ ഒക്കെ ഒട്ടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.